കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മലപ്പുറത്ത് നടക്കുന്ന കേരളത്തിന്റെ കുംഭമേളയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് സിനിമാ നിർമ്മാതാവും ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ. മാരാമൺ കൺവെൻഷനോ മറ്റോ നടക്കുമ്പോൾ അങ്ങോട്ട് ഇടിച്ചുകയറി ചെല്ലുന്ന ഇരു പാർട്ടിക്കാരും ഹൈന്ദവരുടെ ഉത്സവത്തെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്നാൽ ആര് എതിർത്താലും ഭക്തർ കുംഭമേള നെഞ്ചിലേറ്റി എന്നതിന് തെളിവാണ് ദിവസവും നിള സ്നാനത്തിലും ആരതിയിലും കാണാനാകുന്ന തിരക്കെന്നും അദ്ദേഹം പറഞ്ഞു. തിരുനാവായയിൽ കുംഭമേളയ്ക്കെത്തി നിള സ്നാനത്തിനു ശേഷം ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവം 12ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും അഭൂതപൂർവമായ തിരക്കാണ് നിളാതീരത്ത് അനുഭവപ്പെടുന്നത്. ഒപ്പം കലാ സാംസ്കാരിക രംഗത്ത് നിന്നൊക്കെ നിരവധി പ്രമുഖർ ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ജനം ടി വിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനും അതുപോലെ തന്നെ സിനിമാ നിർമ്മാതാവുമായ ജി സുരേഷ് കുമാർ അദ്ദേഹം ചേരുകയാണ്. അദ്ദേഹം ഇന്നിപ്പോൾ അതിരാവിലെ എത്തി നിളയിൽ സ്നാനം ഉൾപ്പെടെ നടത്തിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. രാവിലെ എത്തി നിളാ സ്നാനം നടത്തി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു? വളരെ ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമാണ്. രാവിലെ നിളാതീരത്ത് പോയി അവിടെ സ്നാനം നടത്തുന്ന വെറുതെ സ്നാനം നടത്തുകയല്ല, വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ട് അവിടുത്തെ ആചാര്യൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് ഏകദേശം അരമണിക്കൂറോളം അവിടെ നിന്നാണ് അങ്ങനെ ആ ഒരു ക്രിയ നമ്മൾ ചെയ്ത് തീർത്തത്. വളരെ ഗംഭീരമായിരുന്നു, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതേ ഒരു അനുഭവം എനിക്ക് ഒരു കൊല്ലം മുമ്പ് പ്രയാഗ്രാജിൽ നമ്മുടെ കുംഭമേള നടന്നപ്പോൾ അപ്പോഴും കിട്ടി. അതൊരു വലിയ ഭാഗ്യമാണ്. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ വലിയൊരു ദൈവാധീനമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഇത് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു വലിയ സംശയം ഉണ്ടായിരുന്നു, എത്രത്തോളം വിജയമാവുന്നില്ല. അപ്പം ശരിക്കും ഇത് തുടങ്ങുമ്പോൾ ഈ ഭാരവാഹികൾ തന്നെ വിചാരിച്ചിരിക്കുന്ന ഒരു 3-4 കൊല്ലം എടുക്കും ഇതൊരു നല്ല നിലയിലേക്ക് ഇതെത്താൻ. പക്ഷെ ഒരു 4 ദിവസം കൊണ്ട് ഇത് വലിയൊരു ലെവലിലേക്ക് ഇത് ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് ഈ കുംഭമേള എത്തുകയും ഒത്തിരി ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുകയാണ്. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ ഒഴുകിയെത്തുകയാണ്. അപ്പം വൈകിട്ട് നിള ആരതി കാണാൻ തന്നെ ഒത്തിരി ആൾക്കാർ, വളരെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അതൊരു വലിയൊരു ചേഞ്ചാണ്. ഒരു കേരളത്തിലൊരു നവോത്ഥാനം നടക്കുകയാണ്. അതായത് ഒരു വലിയൊരു ജേണി. ഇത്രയും കാലം ഉറങ്ങിക്കിടന്ന ഹിന്ദു ഉണർന്നെഴുന്നേറ്റ് വരികയാണ് എല്ലായിടത്തും. അപ്പോൾ അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം. പക്ഷേ ഞാനിവിടെ കാണുന്നത് എന്തെന്ന് വെച്ചാൽ തീരെ അവഗണനയാണ് ബാക്കിയുള്ള പല ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത്. ഇവിടെ കാണാനുള്ളത്, ഇവിടെ എത്തിപ്പെടുന്നത് മുഴുവൻ BJP-ക്കാരും സംഘപ്രവർത്തകരും മാത്രമാണ്. അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരെയും ഒന്നും ഇവിടെ കാണുന്നില്ല. കണ്ടതായിട്ട് എനിക്കറിയത്തുമില്ല. അവരുടെ നേതാക്കന്മാർ ഒത്തിരി ഭക്തന്മാർ വരെ ഉണ്ടായിരിക്കും. എല്ലാ പാർട്ടികളിലും ഭക്തന്മാരുണ്ട്. അവരൊക്കെ ഇവിടെ വരും. പക്ഷെ ഒരു നേതാവ് പോലും ഇവിടെ തിരിഞ്ഞു നോക്കുന്നല്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഇപ്പം മാരാമൺ കൺവെൻഷനോ അങ്ങനത്തെ ഒരു സ്ഥലമാണെങ്കിൽ ഇവർ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി അവിടെ പ്രസംഗിക്കാനും സംസാരിക്കാനും അത് അന്വേഷിക്കാനും ഒക്കെ ചെന്നെത്തും. അവരിപ്പോൾ മലബാറിലാണെങ്കിൽ എന്തെങ്കിലും നടന്നാലും അതുപോലെ ഓടിയെത്താറുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓടിയെത്താറുണ്ട്. പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇവിടെ ആരും വന്നില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ഇവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും വലുത്. അവരിതൊരു വലിയ രീതിയിൽ അവരത് നെഞ്ചിലേറ്റി വലിയൊരു വിജയമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇനിയും വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ചാനലുകാരും, ഞാനിവിടെ കാണുന്നത് നമ്മുടെ ജനം ടി വിയും അമൃത ടി വിയും മാത്രമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ദൂരദർശൻ ഇപ്പോൾ ഉണ്ട്, അല്ലാതെ വേറെ ആരെയും ഞാനിവിടെ കാണുന്നില്ല. അവരൊക്കെ ഇവിടെ തീരെ അവഗണിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനൊരു നടക്കുന്നെന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ഇവിടുത്തെ ലോക്കൽ പത്രത്തിൽ അവരുടെ പത്രങ്ങളിൽ വരുന്നതല്ലാതെ വേറെ കേരളത്തിൻ്റെ ഒരു ഭാഗത്തും, തിരുവനന്തപുരത്തുള്ള ഒരു പത്രത്തിലൊന്നും ഇതിൻ്റെ ന്യൂസേ ഇല്ല. ആദ്യം തുടക്കത്തിൽ എന്തോ കാര്യങ്ങൾ വന്നതല്ലാതെ വേറെ ഒരു ന്യൂസ്. അപ്പം ദൃശ്യ മാധ്യമങ്ങളൊക്കെ ഇതിനെ അവഗണിച്ച് ഇട്ടിട്ടും ഇത്രയും ജനങ്ങൾ വരികയാണെങ്കിൽ അതിനൊരു വലിയ ദൈവാധീനമുണ്ട്, ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, ഒരു വലിയൊരു നിമിത്തമുണ്ട്. ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല. അതൊരു വലിയ വിജയമായിട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് വരെ കേരളം കണ്ടിട്ടുള്ളതൊക്കെ വെച്ച് ഏറ്റവും വലിയൊരു മേളയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഈ ഗവർണർ പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് ഇത് സനാതന ധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്ന്. ശരിക്കും അത് തന്നെയല്ലേ? കാരണം 270 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി. പക്ഷേ ഇപ്പോൾ അത് വളരെ വിപുലമായിട്ട് ഇത്തരത്തിൽ ലക്ഷങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ 3.5 ലക്ഷത്തോളം ആളുകളൊക്കെയാണ് നിള ആരതി കാണുന്നതിന് വേണ്ടി ഭക്തരിവിടെ എത്തുന്നത്. അത് വലിയ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റല്ലേ? സനാതനധർമ്മം എവിടെയൊക്കെ എപ്പോഴൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ടോ അത് 100 മടങ്ങ് ശക്തിയായിട്ട് അത് തിരിച്ചു വന്നിട്ടുണ്ട്.
പണ്ട് നമ്മൾക്കൊക്കെ അറിയാവുന്നല്ലേ, മുഗളന്മാർ ഇവിടെ വന്നിട്ട് എന്തെല്ലാം രീതിയിൽ ഇത് നശിപ്പിക്കാൻ നോക്കി. അതൊരിക്കലും നശിക്കാത്ത ഒരു ധർമ്മമാണ്, അതൊരിക്കലും നശിക്കില്ല. അത് ഇനി ഈ ഭൂമി ഉള്ളിടത്തോളം കാലം, ഈ പ്രകൃതി ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കും, അതിന് യാതൊരു സംശയമില്ല. ഇതൊരു വലിയൊരു ആളുകളെ, ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെ, ഇതിന് പങ്കെടുക്കാത്തവരെ അല്ലെങ്കിൽ ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇത് എന്തായാലും എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഹിന്ദുക്കൾ ഉറങ്ങിക്കിടന്ന ഹിന്ദുക്കൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നു, അതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു. അതിനുശേഷം തമിഴ്നാട്ടിൽ ഇവിടേക്ക് വരുന്ന രഥയാത്രയെ അവിടെ DMK സർക്കാർ അവിടെ തടയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് അവരൊക്കെ അതേ ചെയ്യത്തുള്ളൂ. DMK സർക്കാർ, അവിടുത്തെ ഉപമുഖ്യമന്ത്രി എന്താ പറഞ്ഞത്, സനാതന ധർമ്മം പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് കണക്കിന് ഒരു പ്രഹരം കോടതിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അവരൊക്കെ അത് പറയാം, അതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ പറഞ്ഞാലേ നമുക്ക് അങ്ങോട്ടുള്ള ഒരു മുന്നേറ്റത്തിനൊരു വലിയൊരു ബാക്കിയുള്ള ഹിന്ദുക്കൾക്ക് ഒരു ഉത്സാഹം വരും. അതായത് നമ്മളെ എതിരിടാൻ വരുമ്പോഴേ നമ്മൾ അത് പടവെട്ടി മുമ്പോട്ട് നീങ്ങാനൊക്കെ. അതൊരു വലിയ, ഇവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവരൊന്നും ചെയ്യത്തില്ല. അതിന് നമുക്ക് അവരുടെ ഒരു സഹായവും വേണ്ട. ഇപ്പം നമ്മളൊരു പാലം കെട്ടി, ആ പാലമൊക്കെ സുഖമായിട്ട് അതിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അത് സ്റ്റോപ്പ് മെമ്മോ എടുത്ത് നിർത്താനൊക്കെ നോക്കി. ചിലപ്പം അതിനെന്തെങ്കിലും കാര്യം കാണും, ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതൊക്കെ എന്തായാലും പൂർണ്ണമായ രീതിയിൽ അത് ശരിയാക്കി. ഇപ്പോൾ അതിൽ കൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്തായാലും ഇതൊരു മഹാവിജയമായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. UP പ്രയാഗ്രാജിൽ പങ്കെടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രയാഗ്രാജിൽ അവിടുത്തെ UP സർക്കാർ ചെറിയൊരു തുക അവിടെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ 10 മടങ്ങ് ഇരട്ടിയായി നികുതി ഇനത്തിൽ സർക്കാരിലേക്കും വരുന്നുണ്ട്. അപ്പം ഇവിടെ അത്തരം ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ അത് ആധ്യാത്മിക ടൂറിസം കേരളത്തിൽ വളർത്താനും അങ്ങനെയൊക്കെ സാധിക്കുമായിരുന്നു. അതിനൊക്കെ ഒരുപാട് സാധ്യതകൾ ഉള്ള മണ്ണ് കൂടെയല്ലേ നമ്മുടേത്. അവിടെ വിവരമുള്ള പൊളിറ്റീഷ്യൻസ് അവിടെ ഇരിക്കുന്നത്. ഈ നമ്മുടെ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നുമില്ല. അദ്ദേഹം എല്ലാം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര പേർക്കാണ് ഇപ്പം ഇവിടെ ഇത് നടക്കുമ്പോൾ എത്രയോ ആൾക്കാർ ഇവിടെ മോര് വിൽക്കുന്നവർ വരെ എന്തുമാത്രം കാശാണ് ഉണ്ടാക്കുന്നത്. അത് കണ്ട് മുമ്പിൽ കണ്ടുകൊണ്ട് നേരിട്ട് അത് ചെയ്യണം. അതിനുള്ള ദീർഘവീക്ഷണം ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ദീർഘവീക്ഷണമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മഹാകുംഭമേള ഗംഭീരമായിട്ടാണ്. വേറെ കാര്യം, ഇവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നും, ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളിലും അതുപോലെ തന്നെ പല വിഭാഗങ്ങളിൽ നിന്നുള്ളത്. അപ്പോൾ അത് ശരിക്കും എന്താണ് സനാതനധർമ്മം എന്ന് കൃത്യമായിട്ട് പൊതുജനങ്ങളിലേക്കും വിശ്വാസികളിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു കാര്യം കൂടെയാണല്ലോ. ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഇപ്പോഴും പറയുന്നത്, എന്താ ആര്യനും ദ്രവിഡിയനും എന്നും പറഞ്ഞിട്ടല്ലേ. സനാതനധർമ്മം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നതും കൂടാണ് നമ്മുടെ കുംഭമേള. ഇപ്പം നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള പൂജകൾ ഇവിടെ നടക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വനവാസികളുടെ എല്ലാവരും ഇവിടെ വന്ന് പൂജ ചെയ്യുന്നുണ്ട്. അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ ഇതിനെ മറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പറയുന്നത് എന്തുവാ, അവിടെ ഇപ്പോൾ ആര്യനും ദ്രാവിഡനുമായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ അവരൊക്കെ പറഞ്ഞുണ്ടാക്കും. നമ്മളത് പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിന് മുമ്പോട്ടുള്ള ഒരു വിജയത്തിനുള്ള കുതിപ്പിന് ഇതൊന്നും ഒരു തടസ്സമായിട്ട് നിൽക്കില്ല. നമ്മൾ മുമ്പോട്ട് പോകും. നിളാരതി ഉൾപ്പെടെ കണ്ട് ആണ് മടങ്ങുന്നത്. നിളാരതി ഇന്ന് വൈകിട്ട് ഞാൻ കണ്ടിട്ട് മടങ്ങും. വളരെ നന്ദി. ഏതായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാംസ്കാരിക രംഗത്ത് നിന്നൊക്കെ ഒരുപാട് പ്രമുഖരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ഏതായാലും കുംഭമേളയിലെ അവസാന ദിനങ്ങളിലേക്ക്, ഇനി 3-ാം തീയതി വരെ കുംഭമേളയുള്ളൂ, അവസാന ദിനങ്ങളിലേക്ക് അടുക്കുമ്പോഴേക്കും വലിയ തിരക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ക്യാമറാമാൻ വിഷ്ണു വേണുവിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.